Hey guys, welcome back to my ചാനൽ. അപ്പം അയലാൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. പടം ഡയറക്റ്റഡ് ബൈ ആർ രവികുമാർ ആണ്. ഓപ്പൺലി പറയാലോ, എനിക്ക് പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഇത് ഒരു പിള്ളേർ ഒരു കിഡ്സ് മൂവിയാണ്, ഒരു 100% കിഡ്സ് മൂവിയാണ്. പിന്നെ ഇടയ്ക്കിടെ കുറച്ച് മോട്ടിവേഷൻസ് കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇതിൽ എടുത്തു പറയാനുള്ള ഷോ എന്ന് വെച്ചാൽ എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ആദ്യത്തെ ഇൻട്രോ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്, അതിനെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ BGM സ്കോറൊക്കെ എന്തോ കാണിച്ച് വെച്ചേക്കണം. അയ്യോ, വൻ ശോകമായിരുന്നു. എനിക്ക് BGM സ്കോർ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ശോകം BGM സ്കോർ ആയിരുന്നു. പിന്നെ ഈ പടത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2020 പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം 2020 സ്റ്റാർട്ട് ചെയ്ത് 2021 ഷൂട്ടിംഗ് ഞങ്ങളുടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇത്ര സമയം CGIക്ക് കുറെ സമയം എടുത്തു. പിന്നെ അതിനുവേണ്ടി ഫണ്ടിന് കുറെ ഇഷ്യൂ ഒന്നും. ഇപ്പം ശിവകാർത്തികേയൻ ഫണ്ട് മേടിച്ചില്ല. ശിവകാർത്തികേയൻ എൻ്റെ സാലറി മേടിക്കാതെയാണ് ശിവകാർത്തികേയൻ ആ പടം ചെയ്തതെന്നൊക്കെ പറയുന്നു. അത് ഉള്ളതായിരിക്കും, പക്ഷേ അത് കൊടുത്താലും പടത്തിൽ അത് വെറുത്തിട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒന്നും വന്നിട്ടില്ല പടത്തിൽ. VFX ഒക്കെ പിള്ളേർക്ക് കാണാനുള്ള VFX ഒക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ അത് ഇങ്ങനെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. കിഡ്സിനൊക്കെ ആണെങ്കിൽ ഓക്കെ, അവരെന്തായാലും അവർ എൻജോയ് ചെയ്യും പടം. പിന്നെ CGI വർക്ക് അതൊക്കെ എനിക്ക് ഒരിക്കലും ആവറേജ് ഫീലാണ് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഏളിയെ ഡബ് ചെയ്ത് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ ആണെന്ന് തോന്നുന്നു. എനിക്ക് കേട്ടോ, മേ ബി സിദ്ധാർത്ഥ ആയിരിക്കും. എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് അപ്പം കിട്ടിയതാണ്. ക്യാച്ചിലും സിദ്ധാർത്ഥ ആണെന്നാണ് എൻ്റെ വോയിസ് കൊടുത്തത്. കുഴപ്പമില്ല, സിദ്ധാർത്ഥ നല്ലോണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും കൂടി ദയിച്ചില്ല. ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ് ഒന്നും വലിയൊരു ഗുമ്മ തോന്നിയില്ല. പിന്നെ ആക്ട്രസ് ഉണ്ട്, മറ്റേ രകുൽ പ്രീത് സിംഗ് എന്നാണ് ആക്ട്രസിന്റെ പേര്. ഞാൻ മുന്നേ കണ്ടത് മറ്റേ NGK എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും. അതിനും കുഴപ്പം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും പടത്തിലില്ല മെയിനായിട്ട്. പിന്നെ നടി എന്ന് പറയുന്ന ആള് വേണമല്ലോ, അതിനു വേണ്ടിയായിരിക്കും ആഡ് ചെയ്തത്. ദെൻ ഇതിനകത്ത് മെയിൻ വില്ലൻ ശരത് കെൽക്കർ എന്നാണ് ഇതിനകത്തെ വില്ലന്റെ പേര്. വില്ലൻ ആക്ടർ ഒരു ബോളിവുഡ് ആക്ടറാണ്. വില്ലൻ സത്യം പറഞ്ഞാൽ കുറെ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, ചുമ്മാ കിടന്ന് ഓരോരോ കോപ്രായവും നിലവിളിയും എനിക്ക് തോന്നിയില്ല ഒരു എഫക്റ്റും. പിന്നെ ആക്ഷൻ ബൈ അൻപറിവ്. ആക്ഷനൊക്കെ എന്ത് തുല്യാണ് തുലിച്ചെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒന്നും ഒരു എഫക്റ്റ് ഇല്ല, ഫീലില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാറ് ഒരു കിഡ്സ് മൂവി ആയിട്ട് അനൗൺസ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും ഡിസപ്പോയിന്റ് ആവത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ ഡിസപ്പോയിന്റ് ആയിപ്പോയി പടത്തിൽ. അനൗൺസ് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അവിടെ ചെയ്ത് കാണുമ്പോൾ ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഒരു ഏളിയൻ മൂവി, ഒരു കോമഡി, ഞാനൊരു കുറച്ച് ഫണ്ണൊക്കെ വിചാരിച്ചു ഒരു കോമഡി കാണുമല്ലോ. പക്ഷെ ആ കുറെ കോമഡി ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും ശരിക്കാൻ തോന്നിയില്ല. ഒരു വലിയ, കാരണം യോഗി ബാബുവിന്റെ തന്നെ കുറെ കണ്ട് മടുത്ത കോമഡി എല്ലാം റിപ്പീറ്റ് അടിച്ചിട്ട് അറിയാലോ, ഒഫീഷ്യലായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങും മറ്റേ മാറി എടുക്കുക അങ്ങനെ കുറെ. അത് പണ്ടൊക്കെ ആണെങ്കിൽ വർക്കൗട്ട് ആയിരുന്നു. ഇപ്പൊ അതൊന്നും വർക്കൗട്ടായി വരുന്നില്ല. പിന്നെ ഏളിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് ഒരു ഓർമ്മയില്ല. ആ പുള്ളിക്കാരൻ്റെയൊക്കെ ലാംഗ്വേജ് കുഴപ്പമില്ല, ബെറ്റർ ഹാസ് ഡൺ ഒരു ബെറ്റർ ജോബ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ A.R. റഹ്മാനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് BGMലാണ് ഞാൻ ഏറ്റവും തളർന്നു പോയത്. എന്ത് BGM ആണെന്ന് വെച്ചേക്കുന്നത്. ഇതിന് ബെറ്ററായിട്ട് മില്ലറിൽ G പ്രകാശ് കുമാർക്ക് തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അയലാനിലെ പ്രതീക്ഷ പോയി. ശിവകാർത്തികേയന് മുന്നത്തെ സിനിമയും മാവീരൻ അത് ഒരു ആവറേജ് പടം വരുന്നത്. ഇത് ആവറേജ് പോലെ എനിക്ക് തോന്നിയില്ല. പടം ഒന്നുമില്ല പടത്തിൽ. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ഗും അടിച്ചതാണ്, പടം ഗുമ്മ് കാണത്തില്ല. കുഴപ്പമില്ല. ശിവകാർത്തികേയൻ അടുത്ത് വരുന്ന പ്രോജക്ട്സ് ഒക്കെ നല്ല പ്രോജക്ട്സ് ആണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു കയറി വരും ശിവകാർത്തികേയനൊക്കെ എന്തായാലും കയറി വരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ആവറേജ് പടം പോലും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ബാക്കി നിങ്ങളെ ഇഷ്ടം. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ പറയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം, പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഡിസപ്പോയിൻ്റ് ആണ്, എല്ലാത്തിനും ഡിസപ്പോയിൻ്റ്. ക്യാമറ വർക്ക്, ആക്ഷൻ, ഡയലോഗ്, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ഡിസപ്പോയിൻ്റ് ആണ് ഞാൻ. കുറെ ക്ലൈമാക്സ് ഒക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞിങ്ങനെ വരുന്നു. ഉറങ്ങട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഞാൻ. അത്രയ്ക്കും ഷോക്കായി എനിക്ക് തോന്നിപ്പണം. വേറെ ഒന്നും ഞാൻ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ, ബൈ.